ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന്. 24 മണ്ഡലത്തിലെ 23 ലക്ഷത്തിലേറെ പേർ ബൂത്തുകളിലേക്ക്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ. മത്സരരംഗത്ത് 1031 സ്ഥാനാർത്ഥികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഈ മാസം 21 തുടക്കമാകും. ഇലക്ട്രോണിക് പേജറുകൾ വ്യാപകമായി പൊട്ടിത്തെറിച്ച് ലെബനനിൽ 8 മരണം, 2800 പേർക്ക് പരിക്ക്. പിന്നിൽ ഇസ്രായേലെന്ന് ഹിസ്ബുള്ള. പേജർ സ്ഫോടനം ആശങ്കാജനകമെന്ന് UN. ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ഇന്ന് തൃശൂരിൽ പുലികളി. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഇന്ന്. കേരള ക്രിക്കറ്റ് ലീഗ് ആദ്യ സീസണിലെ ഫൈനലിൽ ഇന്ന് കാലിക്കറ്റും കൊല്ലവും ഏറ്റുമുട്ടും. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് കാലിക്കറ്റ് FC ഫോഴ്സ കൊച്ചിയെ നേരിടും. വാർത്തകൾ വിശദമായി. ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന്. 23 ലക്ഷത്തിലേറെ പേർ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. 24 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് 219 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 25-നും മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് അടുത്ത മാസം 1-നും നടക്കും. അടുത്ത മാസം 8-നാണ് വോട്ടെണ്ണൽ. 2019-ൽ ജമ്മുകാശ്മീരിൽ അനുച്ഛേദം 370 റദ്ദാക്കിയ ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുള്ളത് 1031 സ്ഥാനാർത്ഥികൾ. ഇതിൽ 101 പേർ വനിതകളാണ്. 462 സ്ഥാനാർത്ഥികൾ സ്വതന്ത്രരായി മത്സരിക്കുന്നുണ്ടെന്നും ഹരിയാന ചീഫ് ഇലക്ടറൽ ഓഫീസർ പങ്കജ് അഗർവാൾ അറിയിച്ചു. അടുത്ത മാസം 5-ന് വോട്ടെടുപ്പ് നടക്കുന്ന ഹരിയാനയിൽ പ്രചാരണം ഉച്ചസ്ഥായിയിലാണ്. മുതിർന്ന BJP നേതാവും ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ ഇന്നലെ ഭിവാനിയിലും ഫരീദാബാദിലും തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഝാർഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ന് ജയ്പൂരിൽ മാളവ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 18ാമത് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഈ മാസം 21-ന് തുടക്കമാകും. ക്വാഡ് നേതാക്കളുടെ 4ാമത് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഈ മാസം 23-ന് ന്യൂയോർക്കിൽ UN പൊതുസഭയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളിലേക്ക്. ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി അമേരിക്കയിലെത്തുന്ന പ്രധാനമന്ത്രി നിരവധി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഒരു വർഷത്തിനിടെ ക്വാഡ് കൈവരിച്ച പുരോഗതി ഉച്ചകോടിയിൽ അവലോകനം ചെയ്യും. 2025-ൽ നടക്കുന്ന അടുത്ത ക്വാഡ് ഉച്ചകോടിക്ക് ഇന്ത്യയാണ് ആതിഥേയത്വം വഹിക്കുക. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ സംഘടിപ്പിക്കുന്ന സമ്മിറ്റ് ഓഫ് ദി ഫ്യൂച്ചർ പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഒരു നല്ല നാളേക്കുള്ള ബഹുമുഖ പരിഹാരങ്ങൾ എന്ന പ്രമേയത്തിലാണ് ഉച്ചകോടി നടക്കുന്നത്. ന്യൂയോർക്കിൽ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. US ആസ്ഥാനമായുള്ള പ്രമുഖ കമ്പനികളുടെ മേധാവിമാരുമായും പ്രധാനമന്ത്രി സംവദിക്കും. നിർമ്മിത ബുദ്ധി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, അർദ്ധചാലകങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ-US സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്ത് സ്വച്ഛതാ ഹി സേവ അഭിയാൻ 2024-ന് തുടക്കമായി. ശുചിത്വ ക്യാമ്പയിനായുള്ള പ്രഖ്യാപനം ഒരു ദശാബ്ദത്തിനിടയിൽ ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവകരമായ ചുവടുവയ്പായി മാറിയെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പറഞ്ഞു. സ്വഭാവ സ്വച്ഛത, സംസ്കാർ സ്വച്ഛത എന്നതാണ് സ്വച്ഛതാ ഹി സേവ അഭിയാന്റെ പ്രമേയം. ഒക്ടോബർ 2 വരെയാണ് ക്യാമ്പയിൻ. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ആർമി സതേൺ കമാൻഡ് ഐക്യയുടെയും ദ്വിദിന ദേശീയ യോഗത്തിന് ഇന്ന് ചെന്നൈയിൽ തുടക്കമാകും. ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കാൻ ലക്ഷ്യമിട്ടാണ് പരിപാടി. റെയിൽവേ, സിവിൽ ഏവിയേഷൻ, ആരോഗ്യ പരിസ്ഥിതി വകുപ്പുകൾ, കാലാവസ്ഥാ വ്യതിയാന വകുപ്പുകൾ, സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്ത്യ റൊമാനിയ സംയുക്ത സ്മരണിക സ്റ്റാമ്പുകൾ വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ഇന്ത്യയിലെ റൊമാനിയൻ അംബാസിഡർ ഡാനിയേല മരിയാന സെസോനോവുമായി ചേർന്നാണ് സ്മരണിക സ്റ്റാമ്പുകൾ പുറത്തിറക്കിയത്. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയും ചടങ്ങിൽ പങ്കെടുത്തു. പേജറുകൾ വ്യാപകമായി പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ലെബനനിൽ 8 പേർ കൊല്ലപ്പെടുകയും 2800 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലെബനനിലെ ഇറാൻ അംബാസിഡർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. സ്ഫോടന പരമ്പരയ്ക്ക് പിന്നിൽ ഇസ്രായേലാണെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും ലബനീസ് സായുധ സംഘടനയായ ഹിസ്ബുള്ള പ്രതികരിച്ചു. എന്നാൽ സംഭവങ്ങളുടെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ല.
ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തി. പേജർ സ്ഫോടനങ്ങൾ അത്യന്തം ആശങ്കാജനകമാണെന്ന് ഐക്യരാഷ്ട്രസഭ പ്രതികരിച്ചു. സംഘർഷ നീക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ UN ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകാർക്കുള്ള മസ്റ്ററിംഗ് ഇന്ന് പുനരാരംഭിക്കും. മഞ്ഞ, പിങ്ക് കാർഡ് ഉടമകളും അംഗങ്ങളുമാണ് റേഷൻ കടകളിലെത്തി മസ്റ്ററിംഗ് നടത്തേണ്ടത്. ഈ മാസം 24 വരെ തിരുവനന്തപുരം ജില്ലക്കാർക്കാണ് മസ്റ്ററിംഗ്. 25 മുതൽ ഒക്ടോബർ 1 വരെ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ മസ്റ്ററിംഗ് നടക്കും. അടുത്ത മാസം 3 മുതൽ 8 വരെ പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മസ്റ്ററിംഗ് നടക്കും. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കും കിടപ്പ് രോഗികൾക്കും ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തും. മറ്റു ജില്ലകളിൽ താൽക്കാലികമായി താമസിക്കുന്നവർക്ക് അവിടുത്തെ റേഷൻ കടകളിൽ മസ്റ്ററിംഗ് നടത്താം. മുൻഗണനേതര കാർഡുകാരുടെ മസ്റ്ററിംഗിനുള്ള തീയതികൾ പിന്നീട് പ്രഖ്യാപിക്കും. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഇന്ന് നടക്കും. 52 പള്ളിയോടങ്ങളും ഇക്കുറി ജലമേളയിൽ മാറ്റുരയ്ക്കും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, സംസ്ഥാന മന്ത്രിമാരായ KN ബാലഗോപാൽ, മുഹമ്മദ് റിയാസ്, വീണ ജോർജ്, റോഷിൻ അഗസ്റ്റിൻ, P പ്രസാദ്, VN വാസവൻ തുടങ്ങിയവർ പങ്കെടുക്കും. പത്തനംതിട്ട ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ഇന്ന് തൃശൂരിൽ പുലികളി. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ഓണാഘോഷം ഒഴിവാക്കിയെങ്കിലും തൃശൂർ കോർപ്പറേഷന്റെ അഭ്യർത്ഥന പ്രകാരം പുലികളി നടത്താൻ പ്രത്യേക അനുമതി നൽകുകയായിരുന്നു. തൃശൂർ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിപ സ്ഥിരീകരിച്ച മലപ്പുറം ജില്ലയിൽ സമ്പർക്ക പട്ടിക വിപുലീകരിക്കുമെന്നും ആശങ്ക വേണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതുവരെ പരിശോധിച്ച 13 ഫലങ്ങളും നെഗറ്റീവാണ്. നിലവിൽ ഹൈറിസ്കിൽ ഉള്ള 26 പേർക്ക് പ്രതിരോധ മരുന്ന് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. മലപ്പുറത്ത് എംപോക്സ് രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിലുള്ള സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി. വിദേശത്തു നിന്ന് വരുന്ന യാത്രക്കാരിൽ പനി കണ്ടെത്തിയാൽ ദേഹത്ത് ചുവന്ന പാടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കും. ഉണ്ടെങ്കിൽ ഐസൊലേഷൻ സൌകര്യമുള്ള ആശുപത്രിയിലേക്ക് മാറ്റും. ഏഷ്യൻ പുരുഷ ഹോക്കി ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളായ ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഹോക്കി താരങ്ങളുടെ അർപ്പണ ബോധവും മികച്ച പ്രകടനവും രാജ്യത്തിന് അഭിമാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആതിഥേയരായ ചൈനയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം ചൂടിയത്. കേരള ക്രിക്കറ്റ് ലീഗ് ആദ്യ സീസണിലെ ഫൈനൽ ഇന്ന്. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ഏരീസ് കൊല്ലം സെയിലേഴ്സും ഫൈനലിൽ ഏറ്റുമുട്ടും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് കാലിക്കറ്റ് FCയും ഫോഴ്സ കൊച്ചിയും ഏറ്റുമുട്ടും. സൂപ്പർ ലീഗിന്റെ 3ാം റൌണ്ടിലെ ആദ്യ മത്സരമാണ് ഇന്ന് രാത്രി 7:30 കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ ചെന്നൈയിൽ തുടക്കമാകും. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായാണ് ഈ പരമ്പര. ഇന്ന് ലോക മുള ദിനം. മനുഷ്യന്റെ നിത്യജീവിതവുമായി ഏറെ ബന്ധം മുളകൾക്കുണ്ട്. പ്രകൃതി സൗഹാർദ്ദപരമായ നിരവധി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ പ്രകൃതി സംരക്ഷിക്കുന്നതിനും മുള പ്രധാന പങ്കാണ് വഹിക്കുന്നത്. ഈ പ്രാധാന്യം കണക്കിലെടുത്താണ് ലോക മുളദിനം ആചരിക്കുന്നത്. ന്യൂനപക്ഷ യുവജനങ്ങൾക്ക് 1 ലക്ഷം തൊഴിലവസരങ്ങൾ എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി V. അബ്ദുറഹിമാൻ ഇന്ന് കൽപ്പറ്റയിൽ നിർവഹിക്കും. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനും കേരള നോളജ് എക്കണോമി മിഷനും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിലേക്ക് കൂടുതൽ നിക്ഷേപം ആകർഷിക്കാൻ വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന റോഡ് ഷോ നാളെ ബാംഗ്ലൂരുവിൽ നടക്കും. അടുത്ത വർഷം സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന ആഗോള നിക്ഷേപക സംഗമത്തിന് മുന്നോടിയായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ വർഷം ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി 5.35% വർദ്ധിച്ച് ഏകദേശം $32,900 കോടി ആയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ 5 മാസങ്ങളിൽ സേവന കയറ്റുമതി 10%-ലധികം വളർച്ച നേടി $15,000 കോടി അധികമായി. ശ്രീലങ്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കും. മുൻനിര സ്ഥാനാർത്ഥികൾ കൊളംബോ കേന്ദ്രീകരിച്ച് ഇന്ന് റാലികൾ നടത്തും. ദ്വീപ് രാജ്യത്തുടനീളമുള്ള 13,400 തെരഞ്ഞെടുപ്പ് ബൂത്തുകളിലേക്കുള്ള ബാലറ്റ് പെട്ടികൾ വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന്. 24 മണ്ഡലത്തിലെ 23 ലക്ഷത്തിലേറെ പേർ ബൂത്തുകളിലേക്ക്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ. മത്സര രംഗത്ത് 1031 സ്ഥാനാർത്ഥികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഈ മാസം 21 തുടക്കമാകും. ഇലക്ട്രോണിക് പേജറുകൾ വ്യാപകമായി പൊട്ടിത്തെറിച്ച് ലെബനനിൽ 8 മരണം, 2800 പേർക്ക് പരിക്ക്. പിന്നിൽ ഇസ്രായേലെന്ന് ഹിസ്ബുള്ള. പേജർ സ്ഫോടനം ആശങ്കാജനകമെന്ന് UN. ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ഇന്ന് തൃശൂരിൽ പുലികളി. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഇന്ന്. കേരള ക്രിക്കറ്റ് ലീഗ് ആദ്യ സീസണിലെ ഫൈനലിൽ ഇന്ന് കോഴിക്കോടും കൊല്ലവും ഏറ്റുമുട്ടും. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് കാലിക്കറ്റ് FC ഫോഴ്സ കൊച്ചിയെ നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.